ഈ കഴിഞ്ഞ ദിവസം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അനീഷ് ജോർജ്, അദ്ദേഹം കണ്ണൂരിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളാണ്. ആ 44 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തിരുന്നു. അദ്ദേഹം മാത്രമല്ല ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, രാജസ്ഥാനിൽ ഇതുപോലെ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് കാസർഗോഡിലാണെന്നാണ് എൻ്റെ അറിവ്, ഒരു BLO കുഴഞ്ഞു വീണ് അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ കണ്ടത് കാരണം പെട്ടെന്നൊരു ദിവസം വോട്ട് നിരോധനം ഉണ്ടായപ്പോഴാണ്. ഒരു രാത്രി പ്രധാനമന്ത്രി വന്ന് 8 മണിക്ക് ബാഹ്യവും ബഹനവും വോട്ടെല്ലാം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി ഈ നാട്ടുകാരായിട്ടുള്ള നാട്ടുകാരെല്ലാം മറ്റേ ATM നമ്മുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചുകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുകയും 100ഓളം വരുന്ന മനുഷ്യർ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്ത സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ യഥാർത്ഥത്തിൽ അത്തരത്തിൽ ആളെ കൊല്ലാൻ ഇറങ്ങിയിരിക്കുന്നത് SIR എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്തിനാണ് ഇത്ര തിരക്ക് പിടിച്ച് നടത്തുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യത്തിന് മാത്രം ഒരാൾക്കും ഉത്തരമില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരൊറ്റ മാസം എടുത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപ്പിലാക്കുകയും 47 ലക്ഷത്തോളം വരുന്ന ആളുകളെ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ തന്നെ ആദ്യം 68 ലക്ഷം പേര് ഒഴിവാക്കി, പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോയി വലിയ നിയമയുദ്ധം നടത്തിയതിന് ശേഷം ആധാർ കാർഡെങ്കിലും സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കിയുള്ളവർക്കൊക്കെ ആ ലിസ്റ്റിലേക്ക് കയറി പറ്റാൻ പറ്റിയത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമുക്കറിയാം 2024 ലോക്സഭയിൽ അത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. അപ്പോൾ 2024 ലോക്സഭയ്ക്ക് മുമ്പ് യഥാർത്ഥത്തിൽ അങ്ങനെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റെല്ലാം ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തേണ്ടത് അപ്പുറമായിരുന്നില്ലേ. പക്ഷേ അത് നടത്താത്തതിൻ്റെ കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് ഈ വോട്ടേഴ്സിനൊക്കെ ഇതിനകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല, ഇവന്മാരൊന്നും BJPക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇലക്ഷൻ കമ്മീഷൻ മനസ്സിലാക്കിയത്. കാരണം അതുകൊണ്ടാണല്ലോ 303 സീറ്റിൽ നിന്ന് 240 BJPയുടെ വോട്ടുകൾ കുറഞ്ഞത്. എന്നാൽ ഇവരൊക്കെ ശരിപ്പെടുത്തിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ശരിപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അടുത്തത് ഇനി ഏറ്റവും ആദ്യം തിരഞ്ഞെടുപ്പ് വരുന്ന ഏത് സ്റ്റേറ്റ് ആണെന്ന് നോക്കിയപ്പോൾ അത് ബീഹാറാണ്. ബീഹാറിൽ വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, കാരണം ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി ഒരുപക്ഷെ ജയിച്ചേക്കില്ല എന്ന് തോന്നലുള്ള ഒരു സംസ്ഥാനമായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വളരെ ചെറിയ പെർസെൻറ്റേജ്, അതായത് 11,150 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ രണ്ട് മുന്നണികളും തമ്മിലുണ്ടായുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് ആദ്യമേ തന്നെ ശരിപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരൊറ്റ മാസം കൊണ്ട് തിരക്ക് പിടിച്ച് നടത്തി ഇത്രയും പേരെ ഒഴിവാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 12 സ്റ്റേറ്റുകളിലേക്ക് വന്നിട്ടുള്ളത്. ഈ 12 സ്റ്റേറ്റുകളിലാണ് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ളത്. കേരളത്തിലൊരു പ്രത്യേകത കൂടിയുണ്ട് ഇത് നടപ്പാക്കും. കാരണം കേരളത്തിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിൽ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടവർക്ക് പിടിപ്പത് പണിയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമായി പരിചയമുള്ളവർക്കൊക്കെ മനസ്സിലാവും, അതിലുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നവർക്ക് പലപ്പോഴും രാത്രികളിൽ ഉറങ്ങാൻ പോലും കഴിയാറില്ല. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അതിനൊരു ചിത്രം വേണമെങ്കിൽ പറഞ്ഞു തരാം. നിങ്ങളൊക്കെ ഓർത്തെടുത്താൽ മനസ്സിലാവും. മനോരമയുടെയൊക്കെ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിൽ ഡോക്ടർ KM ബീന എന്ന് പറയുന്ന ഒരു കളക്ടർ എറണാകുളം ജില്ലയിൽ ഇരുന്നിരുന്നു. അപ്പോൾ അവർ ഈ സീറ്റിൽ കിടന്നുറങ്ങുകയും ഒരു 10-12ഓളം ആളുകൾ താഴെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു ചിത്രം ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിരുന്നു. എന്ന് പറഞ്ഞാൽ 10-12 ദിവസമായി, ഒരു മാസമായിട്ട് ഉറക്കമില്ലാതിരുന്ന അത്തരത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടി നിർവഹിച്ചിരുന്ന ആളുകളാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു കളക്ടറുടെ ചേംബറിനകത്ത്, അതായത് കളക്ടറുടെ ഓഫീസ് റൂമിനകത്ത് തന്നെ കിടന്നുറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ എത്രത്തോളം പ്രഷർ ഉണ്ടാവും ഒരു തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം അതിൽ ഒരു ജോലിയും നാളത്തേക്ക് നീട്ടിവെക്കാൻ പറ്റില്ല, കൃത്യമായി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട സമയത്താണ്, ആ സമയത്ത് തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നത് ഇവിടുത്തെ വോട്ടർ പട്ടിക പെട്ടെന്ന് ശരിയാക്കണമെന്നാണ്. വോട്ടർ പട്ടിക ശരിയാക്കണമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ആ വോട്ടർ പട്ടിക വെച്ചിട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നല്ല ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത് അടുത്ത 3-4 മാസങ്ങൾ കഴിഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അടുത്ത ഏപ്രിൽ മെയ്യിലാണ്. അപ്പോൾ ആ സമയത്തിന് മുമ്പ് വേണമെങ്കിൽ ഇത് ചെയ്താൽ മതി. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പോരാ. ബംഗാളിൽ കാണിച്ച പോലെ തന്നെ ധൃതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുകയാണ്. ഞങ്ങൾക്കിത് ഇപ്പം തന്നെ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേടൊക്കെ മാറ്റി ഭംഗിയാക്കണമെന്നാണ് ഇവർ പറയുന്നത്. ഈ ഗാനേഷ് കുമാർ എന്ന് പറയുന്ന വെളിവില്ലാത്ത ആൾ ഇതുപോലെയുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അടുത്തൊരു തമാശ കൂടി ഞാൻ നിങ്ങളോട് പറയാം. ഈ വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് പ്രഖ്യാപിക്കുന്നത് എന്താണെന്നറിയാമോ? അത് 9-ാം തീയതിയാണ്. എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം സ്ഥലങ്ങളിൽ, അതായത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ നടക്കുന്ന ദിവസം, അതായത് ആ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടില്ല, പക്ഷേ ആ ഡേറ്റിൽ പ്രഖ്യാപിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാചോടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കളക്ടർക്ക് പോലും നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ 3ഓളം വരുന്ന വിവിധ ചുമതലകൾ നിർവഹിക്കേണ്ട അവസ്ഥയാണുള്ളത്.
ഇനി ഇത്തരത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരും വലിയ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ എന്ന് മരിക്കുമെന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. ഇനി ഈ അനീഷ് ജോർജിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ഒരു സാധാരണ സ്കൂളിലെ പിയൂണാണ്. ഇദ്ദേഹത്തിന് അങ്ങനെ ഈ ജോലികൾ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്ങും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. കാരണം ട്രെയിനിങ് കിട്ടാത്തതിൻ്റെ കാര്യം സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയിട്ട് ആശാ വർക്കർമാരെയും അതുപോലെ അംഗൻവാടി ആളുകളെയും ഒക്കെ ടീച്ചേഴ്സിനെയും ഒക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ തന്നെ മതി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പേജിലേക്ക് വന്നു കയറിയ ഒരാളാണ്, അതായത് രണ്ടാം ഘട്ടത്തിൽ ഈ പരിപാടിയിലേക്ക് വന്നു കയറിയ ഒരാളാണ് ഈ അനീഷ് ജോർജ്. അപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ ഫോം തന്നെ നിങ്ങളൊന്ന് കണ്ടതാണ്, അതിലേക്ക് ഞാൻ പിന്നെ വരാം കേട്ടോ. കാരണം അത് കണ്ടാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ചില ആളുകളൊക്കെ ബോധം കെട്ട് വീഴും. ഇവിടെ MBA കഴിഞ്ഞവനും MSW കഴിഞ്ഞവനും LLB കഴിഞ്ഞവനും പോലും ബോധം കെട്ട് വീഴുന്ന ഒരു ഫോമാണ്. കാരണം അത് ഫില്ല് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അനീഷ് ജോർജിനെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, ഈ ഫോം കിട്ടും. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ 400-450 വീടുകളെ കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ചില ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് ഒരു വാർഡിൽ 1000-1200 വീട് കയറേണ്ടവരുണ്ട്. ആ വീട് കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരൊരു വീട്ടിൽ ചെന്നൊരു 10 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത്, ഒരു വീട്ടിൽ 10 മിനിറ്റ് അല്ല, കാരണം ഒരാളുടെ കാര്യത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും ചിലവഴിച്ചാൽ ആ ഫോം ഫില്ല് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുപോലെ 2002 ഇവരുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ ആകെ ഇത് വായിച്ചു നോക്കിയാൽ അത്യാവശ്യം വിവരവും അറിവും ഉള്ള ഒരാൾക്ക് പോലും, നമ്മുടെ നാട്ടിൽ പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, ഈവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ പോലും ഫോം ഫില്ല് ചെയ്യാൻ അറിയാൻ പാടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ബാങ്കിലെ ഫോം പോലും ഫില്ല് ചെയ്യാൻ അറിയാൻ പാടുണ്ടാവില്ല. അങ്ങനെയുള്ളൊരു നാട്ടിൽ ഈ ഫോം കണ്ടാൽ തന്നെ നമ്മൾ തലയിറങ്ങി വീഴും. അത്തരത്തിലുള്ള ഒരു ഫോമുമായിട്ട് ഇവർ വീട്ടിലേക്ക് ചെല്ലണം. ഇനി വീട്ടിലേക്ക് ചെല്ലുമ്പോഴുള്ള സീൻ എന്താണെന്നറിയോ, ഒരാളെ കണ്ട് കൃത്യമായിട്ട് കൊടുക്കണമെന്നാണ് നിയമം. അതായത് 5 പേർക്ക് കൂടി ഫോം ഉണ്ടെങ്കിൽ 5 പേർക്ക് വീട്ടിൽ കൊടുത്താൽ പോരാ, ഓരോരുത്തരെയും കാണണം. അപ്പോൾ 2-3 തവണ ഒരു വീട് കയറി ഇറങ്ങേണ്ടി വരും. ഈ ഫോം തന്നെ പല 1, 2, 3 ടൈപ്പ് ഫോമുണ്ട്. അപ്പോൾ ഈ ഫോം എല്ലാം ചുമന്നുകൊണ്ട് ഇവർ വീട് വരെ ചെല്ലുന്നു. അതിനുശേഷം വീട്ടിൽ വീണ്ടും കയറി ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഈ പണി ഒരു കാരണവശാലും തീരുന്നില്ല എന്ന് പറയുന്ന സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അനീഷ് എന്ന് പറയുന്ന വെറും 44 വയസ്സ് മാത്രമുള്ള ഒരാൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇനി ഇത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതിനു മുമ്പുണ്ടായിട്ട് ആത്മഹത്യകളും പല പ്രശ്നമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. യഥാർത്ഥത്തിൽ ആ ജോലികളൊക്കെ തന്നെ നമുക്ക് മാറ്റിവെക്കാൻ കഴിയാത്ത ജോലികളാണെന്നെങ്കിലും പറയാം. ഇവിടെ ഇത് മാറ്റിവെച്ചുകൂടി, എന്ത് വെളിവില്ലായ്മയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അടുത്ത മാസം ചെയ്യാം എന്ന് വിചാരിച്ച് എന്ത് സംഭവിക്കാനാണ്? ഇനി അത് തീർക്കാനായിട്ട് ഒരു 2 മാസം കൊടുത്ത് എന്ത് സംഭവിക്കാനാണ്? അപ്പം ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രഷറാണ്. ഇനി ഇതിൻ്റെ പ്രഷറിൻ്റെ കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ തവണ ഒരു വലിയ ഉദ്യോഗസ്ഥൻ വരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ വരികയും അവർ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഇത് സമയബന്ധിതമായി തീർത്തില്ലെങ്കിൽ നടപടിയെടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരെയും ഭീഷണിപ്പെടുത്തിയിട്ട് പോയേക്കാണ്. ഈ ഭീഷണിയാണ് ഇന്ന് റിപ്പോർട്ടർ ചാനലൊക്കെ മറ്റു പല ചാനലുകളും പുറത്തേക്ക് വിട്ടിട്ടുള്ള ശബ്ദരേഖകളിലുള്ളത്. അതായത് തഹസിൽദാർ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യേണ്ടതല്ല ജോലി, അതുകൊണ്ട് നിങ്ങൾ കയറിയിട്ട് ഈ ജോലി തീർത്തേക്കണമെന്ന് ഇപ്പോൾ വളരെ അസുഖം എടുത്തിരിക്കുന്ന ഒരു സ്ത്രീയോട് കാർക്കശ്യത്തോടി പറയുന്ന ഒരു കാര്യം കാണാം. ഇല്ലെങ്കിൽ ഞങ്ങളൊരു നോട്ടീസ് കൊടുക്കും, പിന്നെ ജോലി കാണില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അനീഷ് ജോർജിനെ പോലെയുള്ള ആളുകൾക്ക് ഈ ജോലി പോലും നഷ്ടപ്പെട്ടാലോ എന്ന് പറയുന്ന വലിയ പ്രശ്നമുണ്ട്. ഇനി ഇത് ഇവിടെ ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ ഇനി വോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫോം ഫില്ല് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലിങ്ങിലേക്കാണ് എന്യൂമറേഷൻ ഫോം വായിക്കുന്ന കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ പോലും എത്താൻ പോകുന്നത്. അതായത് നിരവധി ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ അങ്ങനെ ഒഴിവാക്കപ്പെടുന്നതിന് ഇവരെ തിടുക്കം കാണിക്കുന്നത് എന്തിനാണ്? തെരഞ്ഞെടുപ്പിന് അടുത്ത ഏപ്രിൽ മെയ് വരെ സമയമുള്ളപ്പോൾ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവില്ല. തിരക്ക് പിടിച്ച് ഈ പദ്ധതി നടപ്പിലാക്കണം, ഇതിൽ നിന്ന് കുറേ പേരെ കട്ട് ചെയ്യണം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, ഈ ഫോമിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് 2002 കുഴപ്പമില്ല. അതായത് 2002 കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ 21 വയസ്സായെങ്കിൽ എന്തായാലും നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ 2002 ഉണ്ടാവില്ലല്ലോ, കാരണം നിങ്ങളന്ന് ജനിച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നുള്ളത് നമ്മൾ സമർത്ഥിക്കുകയും അതിനോടനുബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുകയും വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ വഴിയുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ പുതിയ അഭ്യാസം വഴിയുള്ള ഈ പറയുന്ന പണിയിലേക്ക് കയറിപ്പറ്റാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി, ആർക്കു വേണ്ടിയാണ് നടത്തുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇതുകൊണ്ട് ബീഹാറിൽ നിന്ന് എത്ര പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 67 ലക്ഷം പേരാണ് പുറത്തായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ തന്നെ BJP അടക്കം പല ആളുകളും നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഇവിടെ 50 ലക്ഷം പേര് വോട്ടർ പട്ടികയ്ക്ക് പുറത്തു പോകേണ്ടവരുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഓരോ തലങ്ങളിലും അഭ്യാസങ്ങളിലുമൊക്കെ ക്ലീൻ ചെയ്യുന്ന പണിയാണ് നടക്കുന്നത്. എന്നാൽ ഇത് കൃത്യമായി ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിച്ചാണോ? അങ്ങനെ ഉദ്ദേശിച്ചായിരുന്നെങ്കിൽ ആവശ്യത്തിന് സമയം കൊടുത്ത് പതുക്കെ ഇത് നടപ്പാക്കിയ പോരെ.
ഈ നോട്ട് നിരോധനത്തിൽ തന്നെ ഇതെന്തായിരുന്നു ഇത് നടപ്പാക്കിയതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് BJP ഗവൺമെൻറ്റിന് ഇന്നും പറയാൻ പറ്റിയിട്ടില്ല. എന്തിനായിരുന്നു ഈ തിരക്ക്, എന്തിനായിരുന്നു ഈ നാടകീയത എന്നുള്ള കാര്യത്തിൽ ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. അതിന് പക്ഷേ അന്ന് കെ സുരേന്ദ്രനൊക്കെ ഒരു ഉത്തരം പറഞ്ഞിരുന്നു. കാരണം അത് കേട്ടപ്പോൾ എല്ലാവരും സന്തോഷിച്ചിരുന്നു. കാരണം ഈ മുഴുവൻ വോട്ടുകളും തിരിച്ചു വരില്ല, കള്ളപ്പണക്കാരെല്ലാവരും പെടും, എന്നിട്ട് യഥാർത്ഥത്തിൽ 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് വരും എന്നാണ് നമ്മുടെ പാവപ്പെട്ട കെ സുരേന്ദ്രൻ വിചാരിച്ചത്. അദ്ദേഹം പോലും എനിക്ക് തോന്നുന്നത് ഇനി മകൻ്റെയും പുള്ളിയുടെയും ഭാര്യയുടെയൊക്കെ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന പണം വരും എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും വന്നില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനം എളിപ്പിലാവുകയും കരഞ്ഞുകൊണ്ട് മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ടായി. ഈ എന്യൂമറേഷൻ ഫോം ഇനി നടപ്പാക്കുന്ന രീതിയെക്കുറിച്ച് മലയാളത്തിലെ മിക്ക മാധ്യമങ്ങളൊന്നും അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അജിത് അഞ്ചും എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ബീഹാറിലെ ഇത്തരത്തിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നു. അദ്ദേഹം ചെന്നിട്ട് ഓരോ ഈ പറയുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സും കൊണ്ടുവന്ന ഫോമൊക്കെ കാണിക്കുമ്പോൾ അതിൽ ചിലതിൽ പേരില്ല, ചിലതിൽ ഈ പറയുന്ന പോലെ എന്തില്ല, ആ ഒപ്പില്ല, ഇത്തരത്തിലുള്ള ഒരു കാര്യവുമില്ലാത്ത ഫോമിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വോട്ടുകൾ ചേർക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങനെ ചേർത്ത വോട്ടുകളിലാണ് നമ്മുടെ വലിയ വികാരഭരിതനായി ജ്ഞാനേഷ് കുമാർ ജി പറഞ്ഞേക്കണത് 0 എന്ന് പറയുന്ന വീട്ടു നമ്പർ ഉള്ളവർ, അവർ സ്ട്രീറ്റിനടിയിൽ താമസിക്കുന്നവർ, അവർ സ്ട്രീറ്റ് ലൈറ്റിനടിയിൽ താമസിക്കുന്നവരാണ്, പാലത്തിനടിയിൽ താമസിക്കുന്നവരാണ്, അവർക്ക് പോലും വോട്ട് കൊടുക്കുന്ന വലിയ പണിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഇനി ഇതിൻ്റെ പിന്നിൽ വലിയൊരു പ്രധാനപ്പെട്ട വിഷയവും കൂടി ഉണ്ട്. അത് അധികം പേരൊന്നും അഡ്രസ്സ് ചെയ്യാത്തൊരു വിഷയമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ കഴിഞ്ഞ നാളുകൾ കൊണ്ടിട്ട്, അതായത് ഏതാണ്ട് കഴിഞ്ഞ ഒരു 10-70 കൊല്ലം കൊണ്ട് നമ്മൾ നേടിയ 50-60 കൊല്ലം കൊണ്ട് നേടിയ നേട്ടമെന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷനും ആ പോപ്പുലേഷനിലെ 97% പേർക്കും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ബീഹാർ അടക്കം ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടപ്പാക്കിയ സ്ഥലങ്ങളിൽ പറയുന്ന കണക്കുകൾ പ്രകാരം അത് 86-87% മാറിയിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഇന്ത്യൻ ജനസംഖ്യയുടെ 10% ആളുകൾ പുറത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ആ പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു പൗരന് വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കേണ്ട, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരുത്തേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനായിരുന്നുവെങ്കിൽ, അത് ആയിരുന്നു മിക്ക രാജ്യങ്ങളിലും അനുഷ്ഠിച്ചിരുന്നെങ്കിൽ, പലപ്പോഴും അമേരിക്കയിലേക്ക് ഉള്ളതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ ആ വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിൽ നിന്ന് എടുത്തു മാറ്റുകയും പകരം വോട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം സ്ഥാപിക്കേണ്ടത് ഒരു പൗരൻ്റെ കടമയും പൗരൻ്റെ ഈ പറയുന്ന പോലെ ജോലിയും ബാധ്യതയുമായി മാറുകയും ചെയ്യുന്ന ഒരു കാര്യത്തിലാണ് നിൽക്കുന്നത്. അത്തരത്തിലുള്ള പലതരം ഉഡായിപ്പ് പരിപാടികൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാവപ്പെട്ട ഈ പറയുന്ന പോലെ അനീഷ് ജോർജ് എന്ന് പറയുന്ന മനുഷ്യന് ജീവൻ ഒടുക്കേണ്ടി വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി SIR എത്ര പേരുടെ ജീവൻ എടുക്കും എന്ന് നമുക്കറിയില്ല. ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചിട്ടുണ്ട്. ഇവരുടെ പുറത്തൊക്കെ അതിഭീകരമായിട്ടുള്ള സമ്മർദ്ദമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർക്കെല്ലാം തന്നെ മറ്റു പല ജോലികളുണ്ട്, അവർ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ട്, ഒരു സ്കൂളിലെ പിയൂണാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, കൂടാതെ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പമാണ് യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു വർക്ക് കൂടി കൊടുത്തേക്കുന്നത്. അത് താങ്ങാൻ വയ്യാതെ രാത്രി 2 മണി വരെ ഇരുന്ന് ഉറക്കമില്ലാതെ വലിയ തോതിൽ പ്രശ്നങ്ങൾ അനുഭവിച്ച് മാനസിക സമ്മർദ്ദം അനുഭവിച്ചാണ് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജോലി കൂടി പോകും, മരിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് അനീഷ് ജോർജ് കയറി മരിച്ചേക്കണത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എന്താണ് ഈ ഇലക്ഷൻ വോട്ടേഴ്സ് പട്ടിക കൃത്യമാക്കാനായിരുന്നുവെങ്കിൽ ഇത്തരം നാടകീയതകളുടെയും ഇത്തരം തിരക്കിൻ്റെയും ഒക്കെ ആവശ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണ്ടേ, ചോദിക്കണ്ടേ. വലിയൊരു ചോദ്യം സുപ്രീം കോടതിയിൽ ഉയർന്നു, അതിന് പോലും ഉത്തരവുണ്ടായിട്ടില്ല. ഇന്ത്യയിലെ നിരവധി ആളുകൾക്ക് ഡോക്യുമെൻറ്റുകൾ ഇല്ലെങ്കിൽ ആ ഡോക്യുമെൻറ്റുകൾ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് ഗവൺമെൻറ്റുകൾക്കാണ്. ആ ഗവൺമെൻറ്റുകൾ അതെടുക്കാതെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പറയുന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം അത്യന്തം ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇടപാടുകളുടെ ഏറ്റവും അവസാനത്തേതാവില്ല സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ വെളിവുള്ള ഒരാൾക്കും വ്യാഖ്യാനിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. 45 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ച് കളയുന്നത് എന്നുള്ള ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. ഇങ്ങനെ ഒരു ചോദ്യത്തിനും ഉത്തരമില്ലാത്ത, ഇലക്ഷൻ വോട്ടർ പട്ടിക പോലും കൃത്യമല്ലാത്ത, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും കൃത്യമായി വോട്ടേഴ്സിൻ്റെ ഒരു കണക്കും പുറത്തേക്ക് വിടാത്ത, അതിൻ്റെ പെർസെൻറ്റേജുകൾ മാത്രം ഇടുന്ന, ആ വിട്ട പെർസെൻറ്റേജുകളിൽ പോലും വലിയ മിസ്റ്റേക്കുകളുള്ള, യഥാർത്ഥത്തിൽ വലിയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടർ പട്ടികയൊക്കെ ക്ലീനാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ആളുകളെ ബലി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അവരുടെ പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും എന്നുള്ളതാണ് വാസ്തവം. ഇതിനെതിരെ യഥാർത്ഥത്തിൽ കേരളം പ്രതികരിച്ചേ പറ്റൂ.